എല്ലാവരും നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ വീടെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? ഞാനാണ് നിങ്ങൾ അതൊക്കെ തരണം ചെയ്തതെന്ന് കുറെ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1 year ആക്ച്വലി ഭയങ്കര ഡിലേ ആയിരുന്നു. സ്ഥലം കുറേ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം കിട്ടുന്നില്ല, നമ്മുടെ ബജറ്റിലുള്ള സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമാണ്. ദൈവത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വിശ്വാസമായിരിക്കും. കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത. എന്നാൽ അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ ഒരു പോയിന്റേ അല്ല. പക്ഷെ നിങ്ങൾക്ക് കൂടോത്രത്തിൽ വിശ്വാസമാണ്. അതായത് ഒരാൾ നമ്മൾ നശിക്കാൻ വേണ്ടിയിട്ട് കൂടോത്രം ചെയ്ത് വെക്കാറുണ്ട്. ആ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ കൂടോത്രം കണ്ടെടുത്തിട്ടുണ്ടോ? ഉറപ്പായിട്ട് നിങ്ങളുടെ അനുഭവം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്തെങ്കിൽ പിന്നെ വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു അനുഭവം താഴെ കമന്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ കൂടോത്രമായിട്ട് ജീവിതം നശിച്ചു പോയി നാറാണത്തായ ഏതെങ്കിലും ടീംസ് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് കൊണ്ടാണ്, കുറച്ച് കാര്യങ്ങൾ അറിയാനാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ മെത്മീരി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. 54 ലക്ഷം 5 മില്യണിനും പുറത്ത് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടീമാണ്. ഓക്കെ, ഇവര് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ വരാം, അതിനു മുന്നേ ഇവരുടെ ഒരു കുട്ടി സ്റ്റോറി പറയാം. നല്ല ആടിപ്പൊളി കോടി മുടക്കിയിട്ട് ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. വീട് വെച്ച് അവിടുത്തെ ഒരു ലൈറ്റിന് തന്നെ എങ്ങാണ്ട് 6 ലക്ഷം രൂപ എങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സെറ്റപ്പിൽ ആടിപ്പൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മൊത്തം ചർച്ച ഇവരുടെ ആ വീടും ലൈറ്റും ഒക്കെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ വീടിനേക്കാളും ലൈറ്റ് ആയിരുന്നു ചർച്ച ആവശ്യം. ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ലൈറ്റ് മേടിച്ചോ എന്നുള്ളൊരു വിഷയമൊക്കെയാണ് ചർച്ച ആവശ്യം. അപ്പൊ ഇത്രയും പൈസ ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വായും വളർന്നിരിക്കുന്ന കുറെ ടീംസ്, എന്നാൽ അവർ നല്ലോണം ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അവരുടെ ജീവിതം അടിപൊളിയായിട്ട് ഈ ചെറു പ്രായത്തിൽ തന്നെ സെറ്റ് ആക്കിയില്ലേ എന്നൊക്കെ ആശംസ നൽകിയും കൊണ്ട് കുറെ ടീംസ്, അസൂയപ്പെട്ട് കുറെ ടീംസ്, കണ്ണും തുറന്ന് വായും വളർന്നിരുന്നു വേറെ കുറെ ടീംസ്. അങ്ങനെ പല രീതിയിൽ ഇവരുടെ ആ ഒരു വീട് വയ്പും ബാലുകാച്ചും അതിന്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 6 ലക്ഷത്തിന്റെ ലൈറ്റ് ഉൾപ്പെടെ. 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ ചെയ്യാം അല്ലേ? 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര പൊറോട്ട ബീഫും മഞ്ച് കഴിക്കാം, എത്ര വർഷം കഴിക്കാം. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. എത്രയോ പേരുടെ കടങ്ങൾ തീരും, എത്രയോ പേരുടെ EMI അടയ്ക്കാം, എത്രയോ എന്തൊക്കെയോ ചെയ്യും എന്നും ചിന്തിക്കും. 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ 6 ലക്ഷം രൂപയുടെ ഒരു ലൈറ്റ് അടക്കം അവർ വാങ്ങി വെച്ചപ്പോ എന്റെ പൊന്നാളാവേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കത്തിയത്. പക്ഷെ അന്നും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത്രയും പൈസ അവർക്ക് എവിടെ നിന്നാ എന്നുള്ള കാര്യങ്ങൾ ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ട്രാക്ക്, ഈ കോടികൾ എങ്ങനെയാണ് ഇവരുണ്ടാക്കിയതെന്നും ഇവരെങ്ങനെയാണ് വീട് വെച്ചതെന്നും എങ്ങനെയാണ് ഈ വസ്തു കണ്ടെത്തിയതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് കേട്ടപ്പം അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ബോധ്യമായി. കേൾക്കാം. എല്ലാവരും നമ്മൾ ചോദിക്കാറുണ്ട് വീടെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? ഞാനാണ് നിങ്ങൾ അതൊക്കെ തരണം ചെയ്തതെന്ന് കുറെ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1 year ആക്ച്വലി ഭയങ്കര ഡിലേ ആയിരുന്നു. സ്ഥലം കുറേ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം കിട്ടുന്നില്ല, നമ്മുടെ ബജറ്റിലുള്ള സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അമ്മ എന്നെ പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾ നോക്കണം. ആദ്യം എനിക്കൊന്നും വിശ്വാസം ഉണ്ടായില്ല. അതെ, നമ്മുടെ അസ്ട്രോ ടോക്കിൽ അഖില എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് പരിചയപ്പെട്ടത് കേട്ടോ. ഇത് അസ്ട്രോ ടോക്ക് പോയിട്ട് അഖിലനോട് സംസാരിച്ചു, നമ്മുടെ ഈ പ്രശ്നങ്ങൾ മൊത്തം പറഞ്ഞു. ഈ അഖിലനോട് പറഞ്ഞു. അഖില നമ്മളോട് കുറേ സംസാരിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് റെമഡീസ് കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യുന്നത്. ഒക്ടോബർ അവർ പറഞ്ഞു, ഈ ഒക്ടോബർ നവംബർ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സമയം കിട്ടും. കറക്റ്റ് നമ്മൾ ഒക്ടോബർ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അസ്ട്രോളജറുമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ അസ്ട്രോ ടോക്കിലെ അസ്ട്രോളജറുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ കണക്ട് ചെയ്യാം. മാത്രമല്ല ആദ്യത്തെ ചാർട്ട് നിങ്ങൾക്ക് ഫ്രീ ഇനി ഫ്രീ ആയിട്ട് ഇനി ചാർട്ടും കൂടി കിട്ടിയിട്ട് എന്നാ ഗീരവത്ത് ഉണ്ടാക്കാനാ? ഒരു ഗീരവത്തും ഉണ്ടാക്കാനില്ല. ഞാൻ വിചാരിച്ചു പൈസ ഉണ്ടാക്കിയ വഴിയും ഇവന് എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ഈ വീട് വച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുമെന്ന് വിചാരിച്ചപ്പോ അവന് വസ്തു കിട്ടാതെ കിടന്ന സമയത്ത് വസ്തു കിട്ടാൻ വേണ്ടിയിട്ട് അട്രോ ടോക്ക് എത്തിയെന്നു. അട്രോ ടോക്ക് എത്തിയപ്പോഴാണ് അവന് വസ്തു കിട്ടിയെന്ന്. എന്റെ പൊന്നെണ്ണ എന്തോ അങ്ങടേ ഉള്ള കരിമ്പതല്ലേ കേട്ടപ്പോ തന്നെ ഞാനിങ്ങനെ വയും പൊളന്നിരിക്കുന്നു. എന്തരടേ യുവമാരെന്താ ഇങ്ങനെ എന്നാണ് ഞാൻ ആലോചിച്ചത്. എന്റെ അണ്ണ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ അണ്ണന് വീടും വയ്ക്കാം, വസ്തുവും വാങ്ങാൻ, എന്ത് തേങ്ങയോ ചെയ്യാം കേട്ടാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അണ്ണൻ ഈ പൈസ എല്ലാം ഉണ്ടാക്കിയത് അസ്ട്രോ ടോക്ക് പറഞ്ഞ അശ്വതിയാ, ആരോ പറഞ്ഞ അശ്വതി അച്ചു അല്ലേ? ഫേസ്ബുക്കിൽ പണ്ടത്തെ പോട്ടെ, ആ ഒരു സെറ്റപ്പിലുള്ള ചേച്ചി പറഞ്ഞിട്ടാണെന്ന് അണ്ണൻ പറയുന്നുണ്ടല്ലോ. അണ്ണൻ ഈ പൈസ എല്ലാം ഉണ്ടാക്കിയത് ഈ ചേച്ചി പറഞ്ഞിട്ടാണ്? അല്ലല്ല, എന്റെ പൊന്നണ്ണ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ ഏവന് വേണോ എന്ത് വേണോ. അണ്ണൻ്റെ പൂത്ത കാശുണ്ടെന്ന് അണ്ണൻ വീട് വെച്ചപ്പോൾ തന്നെ, ലൈറ്റ് വാങ്ങിച്ചിട്ടപ്പോൾ തന്നെ നാട്ടുകാർക്ക് ഒത്തും മനസ്സിലായി. ആ സ്ഥിതിക്ക് നല്ല കാര്യം. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി ബാക്കിയുള്ള നാട്ടുകാരെ മൊത്തം മൂഞ്ചിക്കുന്ന ആ ഒരു പരിപാടിയിലോട്ട് കൊണ്ടിടാതെ ഉള്ള കാര്യം പറയാം. പണ്ട് ഈ മറ്റേ ചില
പൂജാരിമാരൊക്കെ ഉണ്ട്, ചില നല്ല പൂജാരിമാരൊക്കെ ഉണ്ട് കേട്ടോ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്ന പൂജാരിമാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് പ്രത്യേക സിദ്ധിയും കഴിവുകളൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും. ഓക്കെ, അത് ചിലവർക്ക് വിശ്വാസം കാണും, വിശ്വാസം ഇല്ലാതിരിക്കും, ഓട്ടം പറയും, എന്തായാലും ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോൾ ഓൺലൈനിലും കൂടി പൂജ, നമ്മുടെ മറ്റണ്ണനെയൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ അസ്ട്രോട്രോക്കനൊക്കെ കണ്ടപ്പോൾ, മുരാരി തന്ത്രി അതുപോലത്തെ ഒരു വകുപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓൺലൈനിലൊക്കെ പൂജ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെ കാണണമെന്ന് ഈ കൊച്ചു ജീവിതത്തിൽ, എവിടെയൊക്കെയാണ് ഇപ്പോൾ ഇടിച്ച് നിൽക്കുന്നത്, എന്തൊക്കെ തരം പൂജകളുടെ ഇവിടെ നടക്കുന്നത്. ഇപ്പം നടന്ന് ഓൺലൈനിലായി അസ്ട്രോട്രോക്ക്, പേര് സെറ്റ്, കലക്കൻ പേര്, ആ പേര് ഇട്ടും കൊണ്ടങ്ങ് ഇരിക്കും. നിങ്ങളെപ്പോലുള്ളവർ, നിങ്ങളെന്ന് ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. നിങ്ങളൊക്കെ ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് നിങ്ങളൊക്കെ നല്ല ലക്ഷ്യങ്ങൾ വാങ്ങിയിട്ട് ഇമാതിരി കോപ്പും ഒക്കെ അങ്ങോട്ട് നാട്ടുകാരെ മുന്നിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വിട്ടുകൊടുക്കും. അതുവഴി അവർക്ക് നല്ല ആൾക്കാരെ കിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ഈ സാമാനം പ്രൊമോട്ട് ചെയ്ത് വിടുന്നുണ്ട്. അതേ തുടർന്നിട്ട് ഉറപ്പായിട്ട് ഇതിൽ കുറേ പേര് പോയെങ്കിൽ വീഴും. പോട്ട് നമ്മുടെ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 500 രൂപ പോണെങ്കിൽ പോട്ട് എന്ന് പറഞ്ഞ ആൾക്കാരടക്കം ചിലപ്പോൾ നമ്മുടെ നല്ല കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റിയാലോ എന്ന് പറഞ്ഞ് എത്രയോ പേര്, നിങ്ങളുടെയൊക്കെ വീഡിയോസ് മില്യൺ കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. അതിൽ നിന്ന് 1 ലക്ഷം ആൾക്കാർ പോയി കഴിഞ്ഞാൽ എത്ര ലക്ഷം അവർക്ക് കിട്ടും? അവർ നല്ലോണം മോചിക്കും നാട്ടുകാരെ. അത് പോരാഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഈ നിങ്ങളെയൊക്കെ വ്യൂവേഴ്സായിട്ടുള്ള ആൾക്കാർ പോയിട്ട് ഇതൊക്കെ പോയി പൈസയും കളഞ്ഞ് അങ്ങോട്ട് തുടങ്ങും അസ്ട്രോട്രോക്ക്. നിങ്ങളെ വസ്തു വാങ്ങിയത് അസ്ട്രോട്രോക്ക് വെച്ചിട്ടാണെന്ന്. എൻ്റെ പൊന്നാണ് അയച്ചു പോ, ചുമ്മാ തള്ളാതെ. എന്തിനിങ്ങനെ മയത്തിൽ തള്ളി അങ്ങ് മറിക്കുന്നത്? ഒരു മയത്തിൽ കുറച്ചുകൂടി മയത്തിൽ തള്ളു, അല്ലാണ്ട് ഇമാതിരി തള്ളാതെ. അസ്ട്രോട്രോക്കാണ് എനിക്ക് വസ്തു വാങ്ങാൻ വഴി പറഞ്ഞു തന്നെ. പിന്നെ അല്ലെങ്കിൽ അങ്ങ് ഉണ്ടാക്കി കളഞ്ഞാൽ അണ്ണാ കൈ പൈസ ഉണ്ടെങ്കിൽ വസ്തു എല്ലാം എന്ത് ജെട്ടി വേണോ വാങ്ങാം, അതുള്ള കാര്യം. കൈ പൈസയിൽ ഓട്ട കെട്ടി ഒളിവിടാനുള്ള അർഹത നമുക്കില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് അസ്ട്രോട്രോക്ക് വന്നു എൻ്റെ പൊന്നെണ്ണ എന്തെന്താ അണ്ണൻ്റെ പൈസ ഇല്ലേ? പിന്നെ അണ്ണന് അത്യാവശ്യം നല്ല ഇതിൽ നിന്നും കിട്ടിക്കാണ് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിരുന്നത്. 1 ലക്ഷത്തിന് മേളിലെങ്കിലും കുറഞ്ഞത് കിട്ടിക്കണം. 1 ലക്ഷം ഒന്നല്ല, നിങ്ങൾക്കൊക്കെ നല്ല വ്യൂഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ വാങ്ങും വേണ്ടി. അത് വാങ്ങുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ പറ്റിച്ചാൽ മതിയല്ലോ, സബ്സ്ക്രൈബേഴ്സിനെ വ്യൂസിനെയൊക്കെ പറ്റിച്ചാൽ മതിയല്ലോ. എടൈ മണ്ടന്മാരെ, ജനങ്ങളെ എന്നേ എനിക്ക് വിളിക്കാനുള്ളൂ. ഇതിൻ്റെയൊക്കെ വാക്കും കേട്ട് അവിടെ പോയി വീഴുന്ന ടീംസിനെ. ഇനി നമ്മുടെ വേറൊരു ടീംസ് ഉണ്ടല്ലോ, സൂപ്പർ ഹീറോ, അവനും വന്നിരിക്കുകയാണ്. കേരളത്തിൽ ആണുങ്ങൾക്ക് പെണ്ണില്ല എന്നതൊരു വാസ്തവമാണ്. മണ്ണും പെണ്ണും അത് നമ്മൾ അസ്ട്രോട്രോക്ക് തരും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അസ്ട്രോട്രോക്ക് തരും. കാണാത്ത പോയി ഷെഡ്ഡി ഉണ്ടോ, അസ്ട്രോട്രോക്കിന് മെസ്സേജ് അയക്കും, അതെടുത്ത് തരും. സത്യം. ഇനി സൂപ്പർ ഹീറോയുടെ വീഡിയോ ആണ്. ഞാൻ പറയുന്നത് കേക്ക്. നീ ഇത്രയ്ക്കും വിഷമിക്കാൻ മാത്രം ഇപ്പൊ അവിടെ എന്താണ് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുങ്ങി ഇറങ്ങാൻ 3 മണിക്കൂർ. ഓരോ ഇൻഫ്ലുവൻസർ പിള്ളേരെ കണ്ടിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചു വരുത്തിട്ടാ ഒരുങ്ങുന്നത്. പിന്നെ അവരിത് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, കാരണം അവര് 4 പേർക്ക് അറിയാം. പിന്നെ കഴിവും ഒരു കഴിവുമില്ല, 4, 3, 7 പേര് കാണിക്കാനൊക്കെ. പിന്നെ ഒരുങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നത് എന്റെ ഒരവസ്ഥ. കൂട്ടുകാരുടെ ഫ്രണ്ടിൽ എന്നെ കോമാളിക്ക് കാണിച്ചപ്പോ നിങ്ങൾക്ക് സന്തോഷമായല്ല? എന്തോന്ന് കോമാളി വയ്ക്കുന്നു? ഒരു തമാശ പറഞ്ഞാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരുടെ ഫ്രണ്ടിൽ എന്നെ കൊച്ചാക്കി കാണിക്കണം, അത് നിങ്ങൾ സാധിച്ചല്ലോ. മേഘ, നീ ചുമ്മാ ചെറിയ കാര്യത്തിന് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കൽ. നല്ല ദേഷ്യം പറഞ്ഞു. എനിക്ക് നല്ല ദേഷ്യം പറഞ്ഞുണ്ട്. നിങ്ങൾക്ക് ഇത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ അല്ല. ഞാനാണ് അവിടെ ഇൻസൾട്ട് ആയത്. തമാശ രൂപത്തിൽ എടുക്കാൻ പഠിക്കാതെ. എനിക്ക് അങ്ങനെ തമാശ എടുക്കാൻ പറ്റൂല. മേഘത്തിന്റെ എന്ത് സ്വഭാവമാണ്? ഒന്ന് കേൾക്കാൻ നിൽക്കാൻ നിനക്കങ്ങ് പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയല്ല. എനിക്കൊന്നും സംസാരിക്കണ്ട. ഞാൻ അനുഭവിക്കണ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവൂല. നമ്മൾ 2 ആൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. നിങ്ങൾ അപ്പുറത്തെ റൂമിൽ കിടന്ന് ഉറങ്ങ് പോ. ശല്യം. എടി നിനക്കെന്നെ വേണ്ട, നീ എന്നെ വിട്ട് പൊക്കോ. ഞാനും അടുത്തു എന്ന് അടിയുണ്ടാക്കി ജീവിതം. എന്റെ വിവാഹ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. എല്ലാം അവസാനിക്കുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായോ? അതെ, അതങ്ങനെ മനസ്സിലായി? എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ബന്ധം തകരില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഈഗോ മാറ്റി വെച്ച് എല്ലാം തുറന്ന് സംസാരിക്കും, എല്ലാം ശരിയാകും. നല്ല ചായ. എടാ, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നമുള്ളൂ നമുക്കിടയിൽ. അതെനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ആവർത്തിക്കൂല. നമുക്കൊന്ന് ഒരുമിച്ച് കുക്ക് ചെയ്താലോ? ഓക്കെ. കാലക്കി രണ്ടൊരു ഈഗോ മാറ്റി വെച്ച് സംസാരിച്ചാൽ മതി. നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ? ഇനിയിപ്പോ അറ്റട്രാക്കിനെ വിളിച്ച് ചോദിക്കണ എന്തിന്? ഈ അറ്റട്രാക്കർ ആര്?
2 വർഷം അത് നിങ്ങൾക്ക് നേരത്തെ അറിയാം 2 വർഷം കല്യാണമായെന്ന്. ഡേയ് അങ്ങ് അവിടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ലേ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത്, എന്നിട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങളുടെ കല്യാണം? കഥ എന്തോന്ന് ഉടായിപ്പടെ. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരിലേക്ക് എത്തിച്ച് പൈസ വാങ്ങി നിങ്ങളുടെ പോക്കറ്റിൽ വെക്കുമ്പോൾ ചെയ്യുന്നത് ഒരു ഒന്നാന്തരം ക്രൈമാണ്. നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു തരം ക്രൈമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ബെറ്റിംഗ് ഗാംബ്ലിംഗ് പോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളെ വെട്ടിലാക്കിയിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന പൈസ പോയിച്ചത് പോലത്തെ മറ്റൊരു പരിപാടിയാണ് നിങ്ങൾ ഈ സാധനം ഇപ്പോൾ ചെയ്യുന്നത്. ഇതുപോലത്തെ ഇത്തരം ആപ്പുകളെ കോപ്പുകളെയൊക്കെ ഇവിടെ നിന്ന് പൂട്ടിക്കെട്ടണം. എന്തിനാണ്? നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ആപ്പ്, അതാണ് ഇതിന്റെ പേര്. അതാണ് അട്രോട്രോക്കല്ല എന്റെ പേര്, നാട്ടുകാരെ പറ്റിക്കുന്ന ആപ്പ്. അങ്ങനെയല്ല പേര് കൂടെ. ഇനി അടുത്തായി പാത്രം കഴുകി. എന്താ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നേ? മിണ്ടുവല്ലത്. അതൊരു ഗ്ലാസ് ചായ എനിക്ക് കൊടുത്തോ? ഈ അമ്മോട് ഞാൻ അപ്പൊ ചായ വെക്കുമ്പോൾ ചോദിച്ചോ വേണോ? ചായ വെക്കുന്ന അമ്മയ്ക്ക് ചായ വേണമെന്നുള്ളത് ഞാൻ വെച്ചാ പോലെ. പാവം, ചായയാണ് പ്രശ്നം. ഏത് നേരം കണ്ണാടേരെ മുന്നിൽ നിന്നാ മതി, പണികളൊന്നും ചെയ്യണ്ട. പാവം. ഇവിടെ എങ്ങനെയാണ് അഷ്ടട്രോക്ക് പ്രകടിച്ചേ? ഇങ്ങനെ ഇട്ട് പൊട്ടിക്കാനേ ഇനി പ്രീതനെ കൊണ്ടുന്ന സാധനങ്ങളൊന്നല്ല. അഷ്ടട്രോക്ക് പ്രവർത്തിച്ചത് എങ്ങനെ നോക്കാം. പാവം. അമ്മ കുറച്ച് കൂടി പോയി നിനക്കറിയാം. സാഹചര്യം കിട്ടുക അതെന്നോടല്ല, അത് നിങ്ങളുടെ അമ്മോട് പോയി പറയും. നീ ആദ്യമായിലേക്ക് സംസാരിക്കാൻ പഠിക്കുന്നത് ചാടി കടിക്കാണ്ട്. ഓ, എല്ലാവരും ഇപ്പൊ വിഷം വന്ന അഷ്ടട്രോക്കിലെത്തും. പാവം. നിങ്ങൾ രണ്ടാളും നിങ്ങൾ തന്നെ തോന്നുന്നു. അതെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. അവളുടെ ശത്രുവല്ല, എന്റെ ഭാര്യ. തലകോതും ഇളങ്കാത്ത് ശരി കൊണ്ടുവരും, മരമാകും വിലയെല്ലാം വാഴ சொல்லித்தரும். கலங்காத கலங்காத நீ உனஞ்சுக்குள்ள ഇരുളാതെ വിടിയാതെ നാളും ഇങ്ങ. ബാക്കിൽ പ്ലേ ബട്ടൺ. ഈ പ്ലേ ബട്ടൺ ഉള്ളവരൊക്കെ മാത്രമേ അഷ്ടട്രോക്കിൽ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. സാധാരണക്കാർ പോയി കഴിഞ്ഞാൽ പ്രതിഫലമൊന്നുമില്ല. അതായത് പ്രതിഫലം മീൻസ് ഒരു റെമഡി കിട്ടത്തില്ല. സാധാരണക്കാർക്ക് റെമഡിയേ ഇവിടെ ഇല്ല. എന്നാൽ ഇതുപോലെ പ്ലേ ബട്ടൺ ഉള്ള ടീംസ് അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ ആശ്വാസവാക്കുകൾ ആശ്വാസമൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചുമ്മാ നാട്ടുകാർ അതിൻ്റെ അകത്ത് പോയി മൂഞ്ചുമ്പോൾ നമ്മളൊന്ന് പിടിച്ച് നാട്ടുകാരെ സേഫ് ആക്കണമല്ലോ. GP റൈറ്റർ കോമഡിയാണ്, നല്ല ഇഷ്ടമാണ് എനിക്ക് എൻ്റെയൊക്കെ വീഡിയോ. പക്ഷെ ഇമാതിരി അപരാധങ്ങൾ കാണുമ്പോൾ വീഡിയോ അല്ല ലാസ്റ്റ് കൊണ്ട് എത്തിക്കുന്ന സ്ഥലം. അളിയ ഞങ്ങള് പ്രപ്പോസ് ചെയ്യാൻ ആലോചിക്കുക. അല്ലെ നീ വെറുതെ നാണം കടാൻ നിൽക്കല്ലേ. നിന്റെ കളറും തടിയും വെച്ച് അവളോട്ട് ഒട്ടും മാച്ച് അല്ല. ഒന്നുമില്ല. ഓ കേറി അസ്ട്രോട്രോക്കിൽ അസ്ട്രോടോക്ക്. ഓ അസ്ട്രോടോക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചരിത്രമല്ല. എനിക്ക് നിന്നെ വെറുതെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ പറ്റത്തില്ല. കളറിന്റെ കാര്യത്തിലാണെങ്കിലും ബോഡി ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു മാച്ച് ഇല്ലെന്ന് എനിക്കറിയാം. എന്നെപ്പോലെ ആൾ നിനക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. ഇന്നുവരെ ബോഡി ഷേമിയോ കളറിന്റെ കാര്യത്തിൽ കളിയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ മനസ്സിന്റെ ഒരു തോന്നലാ. ഇതൊന്നും ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മീനടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നത് അവൻ ആള് പാവൊക്കെ. പക്ഷെ അവൻ നിന്നെ ഫ്രണ്ടായിട്ടോ പെങ്ങളായിട്ടോ വല്ല അതിനപ്പുറത്തൊന്നും. വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. മര്യാദക്ക് വന്നെ പെണ്ണു ചോദിച്ചോ. പൊട്ട എനിക്കിങ്ങനെ ഇഷ്ടമാണ്. സ്വപ്നമൊന്നും അല്ലല്ലോ. എടാ അണ്ണാ വീഡിയോ ഉള്ളായിരുന്നുണ്ടാ. പക്ഷെ നീ ഈ അസ്ട്രോ ടോക്ക് എടുത്ത് കിട്ടണേ അതോടെ തീർന്ന് അതിൻ്റെ ഒരു ക്വാളിറ്റി അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എന്തിനാണ് ആ നാട്ടുകാരെ ഇങ്ങനത്തെ മൂഞ്ചി ആപ്പുകൾ പരിചയപ്പെടുത്തി ആപ്പിലാക്കുന്നത്? ഞാൻ ഒരു വോയിസ് കേൾപ്പിച്ചു തരാം. ഇത് ഉപയോഗിച്ചൊരു ആളുടെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ.
നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ശരിക്കും ആവശ്യമില്ലാത്തൊരു കാര്യമായി പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. മീൻസ് ലൈക്ക് ഞാൻ തന്നെ ഇതിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കുറേ തവണയായിട്ട് കാണാം. എനിക്ക് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുക. എനിക്ക് തോന്നുന്നത് കാണുന്ന എല്ലാവർക്കും ആ ഫീൽ തന്നെയായിരിക്കും. ഇന്നത്തെ കാലത്ത് ഇത് ഒരു നമ്മളൊരു സ്ഥലത്ത് പോയി നോക്കുക, അല്ലെങ്കിൽ ഒരു തങ്ങളടുത്ത് പോവോ, അല്ലെങ്കിൽ നമ്മൾ പൂജാരി അടുത്ത് അതുപോലെയല്ലല്ലോ. ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കി. ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡൗൺലോഡ് ചെയ്തവരോട് ചോദിച്ചു, ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത് ലൈക്ക് ഏതൊരു രോഹിണി നക്ഷത്രവും ഗൂഗിളിൽ അടിച്ചാലും ഇവർ തന്നെ പറയാം. ഇത് ബാക്കി ഇവർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര നിങ്ങളുടെ ജാതകത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു 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 എന്താ നമുക്കൊരു ക്യൂരിയോസിറ്റി വരുത്തുക, ഇങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ പേ ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നു. അപ്പം ഞാൻ നോക്കിയെന്ന് വെച്ചു എൻ്റെ കൂടെയുള്ള കുട്ടിക്കും കൂടി എടുത്തു. അവർക്കും എനിക്കും സെയിം ആണോ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അവരുടെ എടുത്തപ്പോഴും സെയിം ഇത് തന്നെ. നോർമലായിട്ട് ഇതിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ പറയാണ് നിങ്ങളുടെ ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്, അത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. അത് എനിക്ക് വന്ന സെയിം മെസ്സേജ് തന്നെ അവിടെ വരുന്നത്. അപ്പം എല്ലാവരുടെ അടുത്തും ഒരു സെയിം തന്നെ പറയുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം ഈ അനാവശ്യമായിട്ടുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ഈ ജനറേഷനിൽ ഒന്ന് പ്രതികരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ പോലെയുള്ളവന്മാർ പറ്റുന്ന പോലെയൊക്കെ പ്രതികരിക്കാം. ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇതിൻ്റെ അകത്ത് പോയി വീഴുന്ന ആൾക്കാരെ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഈ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അയ്യോ അവർ മറ്റേ വലിയവരാണ്, അവർ കള്ളം പറയത്തില്ല, പറ്റിക്കത്തില്ല, അവരാണ് കടവുളെന്ന് പറഞ്ഞും കൊണ്ട് ഇതുപോലുള്ള ഓരോ യൂട്യൂബ് ഓളികളെയും ഇൻസ്റ്റാ ഓളികളുടെയും വീഡിയോയും കണ്ടും കൊണ്ട് പോയി വീഴരുത്. നാളെ ഞാൻ എന്തെങ്കിലും ഒരു തേങ്ങാക്കൊല പ്രൊമോട്ട് ചെയ്താലും അത് തേങ്ങാക്കൊലയാണോ എന്ന് ആദ്യം നോക്കണം. അല്ലാണ്ട് അത് ജെനുവിനാണോ, ഇല്ല അതുലേട്ടൻ പറഞ്ഞു അത് ജെനുവിനാണ്, ഇനി നമുക്ക് കാട്ടം എന്താ പട്ടിക്കാട്ടോ ആയാലും നമുക്ക് തേൻമുട്ടായോ എന്ന് പറഞ്ഞ് തിന്നാം, ഇങ്ങനെ വിചാരിക്കരുത്. ഉള്ള കാര്യമാണ് പറയുന്നത്, സത്യം. നമ്മൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ശരിയാണെന്നൊരു സാമാന്യ ബോധം വേണം. ഇത്തരം കോപ്പുകളിൽ പോയി വിഴുന്നിട്ട് എന്തിനാണ് ചുമ്മാ പൈസ കളയുന്നത്? ആൾക്കാരടുത്ത് എത്ര പറഞ്ഞാലും ഒന്നും തലയിൽ കയറത്തില്ല. നമ്മൾ ഈ പൂജാരികളെയും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പോയി കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുപോലെ നല്ലടേ ഈ ആപ്പ് കോപ്പുമല്ലാതെ ഇപ്പം കണ്ടില്ലേ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും ഇവരുടെ ഫ്രണ്ടും സംസാരിച്ച സമയത്ത് ഒരേപോലെയാണ് രണ്ടുപേർക്കും മെസ്സേജ് അയച്ചത്. പിന്നെ എന്നാ ആപ്പ് ഇരിക്കുന്നത്, ഒരു കോപ്പിൽ ആപ്പായി പോയില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ഉള്ള കാര്യം പറയാമല്ലോ, ഇമാതിരി കോപ്പിലൊന്നും പോയി വിഴാതിരിക്കുക. ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവന്മാരെ കമന്റ് ബോക്സിൽ പോയിട്ട് അവന്മാരെ അങ്ങോട്ട് അലക്കുക. തെറി വിളിച്ച് എൻ്റെ വീട്ടിൽ തന്തയ്ക്ക് തള്ളയ്ക്ക് വിളിക്കണമെന്നല്ല പറഞ്ഞത്. അല്ലാതെ ആലക്ക് കളഞ്ഞ് പോടാ നേരെ ഉളുപ്പില്ലാത്തവന്മാരെ നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് തിന്നാടാന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ട് അടിച്ചുകൊണ്ട് ഇതൊക്കെ അവിടെ പോയി അടി. അങ്ങനെ ഇവന്മാർ നിർത്തണം. ഇത്തരം സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. എന്ത് ഉദ്ദേശത്തിലാണ്? ഇവന്മാർക്ക് നല്ല ലക്ഷങ്ങൾ കിട്ടും, അത് വാങ്ങിച്ചുകൊണ്ട് പോക്കറ്റ് വെച്ചുകൊണ്ട് നാട്ടുകാരെ മുഞ്ചിക്കുന്ന ഇത്തരം സാധനങ്ങൾ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. നാളെ എനിക്ക് വേണമെങ്കിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യും. ഞാൻ കക്കൂസ് ഇരുന്നപ്പോൾ ക്ലോസറ്റിലോട്ട് പോയില്ല, പോകാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അസ്ട്രോ ടോക്കിന് മെസ്സേജ് അയച്ചു. അവന്മാർ പറഞ്ഞ് 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും, പോവും അതിലേ പോകും എന്ന് പറഞ്ഞ് പോയതുപോലത്തെ ഒരു സാധനം ഞാൻ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്തിട്ട് ഇത്തരം സാധനങ്ങളൊന്നും പോയി വീഴാതിരായി. വയ്യാത്തോണ്ടാ പറയുന്നത്. വേണ്ട, നമുക്കിതൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ ഗൂഗിൾ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതിരി. നല്ല കാലം വരുമ്പോൾ നല്ല കാലം വരട്ടെ ഇനി. അല്ലാണ്ട് ഇതുപോലത്തെ സംഭവത്തിലൊന്നും പോയി വീഴരുത്. ഇതിന് പുറമെ പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്, പെണ്ണ് കിട്ടിയത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മണ്ണും പെണ്ണും പ്രേമിച്ചിടും മനസ്സുകളിൽ, അങ്ങനത്തെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊന്നും പോയി വീഴാതിരിക്കുക ജനങ്ങളെ. കൂടുതലൊന്നും പറയാനില്ല. ബൈ.